ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് മീൻ മുട്ട വെച്ചിട്ടൊരു റെസിപ്പിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. അപ്പൊ ഇതൊരു 500 ഗ്രാംസിന്റെ മീൻ മുട്ടയാണ്. ഇതെനിക്ക് കിട്ടിയത് കൊച്ചിയിൽ കാളമുക്ക് ജംഗ്ഷനിൽ ചീനവല എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ മീൻ മുട്ട ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മളിതൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇതെല്ലാം വീർത്ത് വരും കേട്ടോ. ഈ മുട്ടയൊക്കെ നന്നായിട്ട് വികസിച്ച് വരും. അതേപോലെ ഇത് ഒത്തിരി നേരം തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ്സ് അപ്പുറം ഇപ്പുറമായിട്ടൊന്ന് മറിച്ച് എടുത്താൽ മതി. ഒന്ന് പയ്യെ ചൂടാറി കഴിയുമ്പോൾ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ട ചെറുള്ളിയാണ്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇപ്പം ഞാൻ കുറച്ചധികം ചെറുള്ളി എടുക്കുന്നുണ്ട്. ഇതിനി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില, ചെറുള്ളിയെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി വേണം കേട്ടോ, ഫ്രഷ് ആയിട്ട് ചിരണ്ടി തേങ്ങ. ഇനി ഒരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുള്ളി, പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആവണേടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ട്രാൻസ്പെറന്റ് ആവണേടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മീൻ മുട്ട എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീൻ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പൂണും കൊണ്ട് ഇതേപോലെ ഉടച്ചുടച്ച് കൊടുക്കാവുന്നതാണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ്സും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മീൻമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മീൻമുട്ട കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ കമൻസിൽ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.